ഹായ്, സെയിൽസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ട്രാഫിക്കിന്റെ സോഴ്സ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പരസ്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. വളരെ വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മളുടെ ബിസിനസ്സിൽ വാട്സാപ്പിൽ നമുക്ക് സെയിൽസ് വരുന്നുണ്ടെങ്കിൽ ആ സെയിൽസിന്റെ സോഴ്സ് ട്രാക്ക് ചെയ്യാൻ എങ്ങനെ കഴിയും? ഓക്കെ, നമുക്ക് കുറച്ച് പതുക്കെ കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പോവാം, ഒത്തിരി ഫാസ്റ്റ് ആകുന്നില്ല. ഉദാഹരണമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഒരു ഫൗണ്ടേഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നീടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ഈ ഒരു വീഡിയോയിലായിരിക്കുക. ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. സോ നമ്മുടെ കണ്ടൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് വാട്സപ്പിൽ ധാരാളം സെയിൽസ് വരാറുണ്ട്. പക്ഷേ എനിക്ക് ഈ വരുന്ന സെയിൽസ് എവിടെ നിന്നാണ് വരുന്നത് എന്നെനിക്ക് അറിയില്ല. എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വാട്സാപ്പിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്. പക്ഷേ വാട്സാപ്പിൽ ഒരു 15 ഗ്രൂപ്പ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ 15 ഗ്രൂപ്പിലെ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടിയത് എന്നുള്ളത് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഈ മാസം മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഈ മാസം ചെയ്തു കഴിഞ്ഞാൽ 2 മാസമോ 3 മാസമോ 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സെയിൽ നടക്കുക, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്തു കഴിഞ്ഞാലും അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെറിയ ലിങ്കുകളിൽ വ്യത്യാസം വരുത്താൻ കഴിയും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞിട്ട് ഒരു മാസത്തെ ആക്ടിവിറ്റി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ തിരിച്ചറിയാനായിട്ട് കഴിയും നമുക്ക് ഏത് ട്രാഫിക് സോഴ്സിൽ നിന്നാണ് നമുക്ക് സെയിൽസ് വന്നത്. 10 ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ ആ 10 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സെയിൽ തന്നതെന്ന് അറിയാം. ഗ്രൂപ്പ് മാത്രമല്ല, സാധാരണ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഓർഗാനിക് പ്രൊമോഷൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഫേസ്ബുക്കിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിൽ തന്നെ ഒരു 10, 20, 50 ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് പല ആൾക്കാരും പോസ്റ്റ് ചെയ്യും. പക്ഷേ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് വന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പരസ്യം ചെയ്യാൻ കഴിയും. അതോടൊപ്പം ഫേസ്ബുക്കിലെ പെയ്ഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുമ്പോഴും ഏത് അഡ്വർടൈസിങ്സ് ആണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അതിനായിട്ടുള്ള ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് വാട്സപ്പിൽ നമുക്ക് വരുന്ന മെസ്സേജസും അതിലൂടെ നടക്കുന്ന സെയിൽസിനെ എങ്ങനെ ട്രാക്ക് ചെയ്യാം. ഒന്നാമതായിട്ട് ഇവിടെ ഞാനൊരു സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഇതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നോർമൽ നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. സാധാരണ നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൻ്റെ കൂടെ ചെറിയൊരു കോഡ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആഡ് ചെയ്താൽ ആ ഒരു വാട്സപ്പ് ലിങ്ക് നമ്മൾ എവിടെയൊക്കെയാണ് കൊടുക്കുന്നത്, അതായത് വാട്സപ്പിൽ സാധാരണ രീതിയിൽ നമ്മളൊരു കസ്റ്റമറുമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ സേവ് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പണ്ട് കാലത്താണ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യില്ല. വളരെ ഫാസ്റ്റായിട്ട് ആൾക്കാർ ചെയ്യുന്നത്, നമ്മൾ ഏതെങ്കിലും ആളുടെ അടുത്ത് വാട്സപ്പ് വഴി കണക്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടന്റ് കൊടുത്തിട്ട് താഴെ വാട്സപ്പിന്റെ ലിങ്ക് ആണ് കൊടുക്കുന്നത്, കസ്റ്റം ലിങ്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കസ്റ്റം ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് നമ്മൾ കൊടുക്കുന്ന 10 ലിങ്ക് ആണെങ്കിൽ അതിൽ ഏത് ലിങ്ക് വഴിയാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാം. എല്ലാം നമ്മുടെ വാട്സപ്പിൽ തന്നെ ആയിരിക്കും വരിക. സോ എങ്ങനെ നമുക്ക് വാട്സപ്പിൻ്റെ കസ്റ്റം ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, അതാണ് ട്രാക്കിങ്ങിൻ്റെ ആദ്യത്തെ ചുവടുപടി എന്ന് പറയുന്നത്. ഞാനിവിടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് വാട്സപ്പ് ഓട്ടോമേഷൻ്റെ വാട്ടി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇവിടെ ഏറ്റവും മുകളിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക. പ്ലസ് കൊടുക്കേണ്ടതില്ല, ജസ്റ്റ് നമ്പർ മാത്രം, ജസ്റ്റ് നമ്മുടെ എത്രയാണോ നമ്മുടെ നമ്പർ അത് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, പ്ലസ് ഇല്ലാതെ 91 ബാലൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ എൻ്റെ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തു. ഇനി എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെയാണ് നമുക്ക് ട്രാക്കിങ്ങിനുള്ള കോഡ് കൊടുക്കാനായിട്ട് പറ്റുക. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ എഴുതാൻ കഴിയും. ഉദാഹരണത്തിന് ഓക്കെ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തു വന്നിരിക്കട്ടെ. ഐ എം ഇൻട്രസ്റ്റഡ് ഓൺ സോളാർ പാനൽ. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ അതെ. എന്നിട്ട് ഞാനിവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കോഡ് കിട്ടും. ഇവിടെ നോക്കിയാൽ ഇതാണ് ലിങ്ക്. ഈ ഒരു ലിങ്കിൻ്റെ പ്രത്യേകത സാധാരണ രീതിയിൽ വാട്സപ്പ് WA എന്നാ പറയുക, WA.me. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ WA.me/91 മൊബൈൽ നമ്പർ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ്. എന്നിട്ട് നമുക്ക് എഴുതാനുള്ള കണ്ടൻസ് അവിടെ എഴുതുക. അതിനിടയ്ക്ക് നമുക്ക് സ്പേസ് വരുന്ന പോർഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ശരിക്കും ഇത് ശകലൊരു കോഡിംഗ് ആണ്. അതായത് നമ്മുടെ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ 20 എന്ന് എൻ്റർ ചെയ്യുക. സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല, അതിന് പകരം ഇങ്ങനെ ചെയ്യുക. പക്ഷേ അത് നമ്മൾ എഴുതുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റ് പറ്റും, അല്ലേ, അറിയാതെയൊക്കെ. അതുകൊണ്ട് ആ തെറ്റ് വരാതിരിക്കാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ജനറേറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ
മതി, ഓട്ടോമാറ്റഡ് ആയിട്ട് ലിങ്ക് ജനറേറ്റ് ആവും. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, ആ ലിങ്കിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്താൽ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേട്ടോ, ഞാനിവിടെ നിന്ന് കോപ്പി പേസ്റ്റ് വേണമെങ്കിലും ചെയ്യാം. ഇതിനെ കോപ്പി ചെയ്ത് ഞാൻ പുതിയൊരു ഇതിലോട്ട് പേസ്റ്റ് ചെയ്യണം. അതായത് എനിക്ക് വാട്സപ്പിൽ എവിടെയെങ്കിലും മെസ്സേജ് വരുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കും, മൊബൈലിലാണെങ്കിൽ നേരെ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആവും. ഓക്കെ, ഇവിടെ എനിക്ക് വന്നത് കണ്ടോ, ഐ ആം ഇൻട്രസ്റ്റഡ് ഓൺ സോളാർ പാനൽ. ഓക്കെ, ആ ഞാൻ കൊടുത്ത കണ്ടൻസ്, അതായത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത എന്താണോ അത് അതുപോലെ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്, ഇതുപോലെ നമുക്ക് പല ലിങ്കുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് സോളാർ പാനൽ എന്നുള്ള പ്രോഡക്റ്റ് മാത്രമല്ല, അവിടെ നമ്പേഴ്സുകൾ വ്യത്യാസം വരുത്താം. ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വേഡിങ്സിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ആ പേര് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രാക്കിംഗ് ലിങ്കോട് കൂടി കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെയിൽസ്, ഒന്നാമത്തെ പോർഷൻ മാത്രമാണ് ഞാൻ ട്രാക്കിങ്ങിന് ഇത് പറഞ്ഞത്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനെ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഓട്ടോമേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് വാട്ടി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത്. വാട്ടി എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ട്രയൽ വെർഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ട്രയൽ വെർഷൻ എടുക്കാൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. വാട്ടിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഈ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കീവേഡ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വാട്സാപ്പ് ഓട്ടോമേഷനിൽ. വാട്സാപ്പ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 5 സ്റ്റാഫിനും ഈ ഒരു വാട്ടിയുടെ ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് ഒരു നമ്പറിൽ വരുന്ന മെസ്സേജ് 5 പേരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകും. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, മറ്റ് സപ്പോർട്ട്സ് ഉണ്ടാകും, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ പല കമ്പനിക്കുണ്ട്. അപ്പോൾ ആ വരുന്ന മെസ്സേജ് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൊടുക്കാം. അപ്പോൾ എല്ലാം കോമൺ ഒരൊറ്റ നമ്പറിൽ വരുന്ന മെസ്സേജ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വളരെ സിസ്റ്റമാറ്റിക് ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമേഷനാണ്. ആയിരക്കണക്കിന് മെസ്സേജസിന് ഒരു ദിവസം നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന ടൂളാണ് വാട്ടി. അപ്പോൾ ഇവിടെ കീവേഡ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ കീവേഡ് ആക്ഷനിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പോർഷൻ എന്ന് പറയുന്നത്, ഇവിടെ കീവേഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കീവേഡ് എന്ന് പറയുന്നത് അല്പം മുമ്പ് ഞാനിവിടെ ടൈപ്പ് ചെയ്തില്ലേ, ഈ ഒരു വാക്കാണ് കീവേഡ് ഇവിടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മെസ്സേജ് വരുമ്പോൾ ഓട്ടോമാറ്റഡ് ആയിട്ട് റിപ്ലൈക്ക് പോകും. ഓക്കെ, ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം എനിക്ക് ഇവിടെ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റോബോട്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു റോബോട്ട്സുമായിട്ട് ഞാനിവിടെ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, ആദ്യം ഞാനിവിടെ ഇത് ചെയ്തു. അതിനുശേഷം ഇവിടെ എൻ്റെ റോബോട്ട്സുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യാം. ഇവിടെ ചാറ്റ് ബോട്ട്സ് എടുക്കുക. ചാറ്റ് ബോട്ട്സിനകത്ത് എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന, ഇപ്പോൾ ഞാൻ ഈ വന്നതിനെ ഓട്ടോമേഷൻ എന്നുള്ള ഈ ഒരു ചാറ്റ് ബോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഓക്കെ എന്ന് വിചാരിക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓട്ടോമേഷൻസ് കാണിക്കാം. ഓട്ടോമേഷനിൽ ഇപ്പോൾ ഒരാൾ സോളാർ പാനലിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ്, സോളാർ പാനൽ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സോളാർ പാനലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഇവിടെ ആ കസ്റ്റമർ നമുക്ക് അതിൻ്റെ ഒരു മെസ്സേജ് ചെയ്താൽ ഉടനെ തന്നെ ഇവിടെ എനിക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു വോയിസസ് എനിക്ക് ചെയ്തു വെക്കാനായിട്ട് കഴിയും. ഞാനിവിടെ കാണിച്ചു തരാം. ഇത് ഈ ഓട്ടോമേഷൻ എന്നൊക്കെ പറയുന്നത് സെറ്റ് ആൻഡ് ഫോർഗെറ്റ് ആണ് കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്താൽ അങ്ങ് വിട്ടാൽ മതി, പിന്നെ അത് താനെ വർക്ക് ചെയ്തോളൂ. അപ്പോൾ വളരെ എളുപ്പം നമ്മുടെ സമയം ലാഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ആദ്യമായിട്ട് പ്രാവശ്യമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാണെന്ന് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ. ഇവിടെ നമുക്കിപ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന ലിങ്ക്, അതായത് ഐ ആം ഇൻട്രസ്റ്റഡ് ഓൺ സോളാർ പാനൽ, ഇതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു മെസ്സേജ് നമ്മുടെ വാട്സപ്പിൽ ഒരു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ റെക്കോർഡഡ് ഒരു ശബ്ദം കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ കമ്പനിയിലെ ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ടിൻ്റെ ഒരു സ്ക്രീനാണ്. ഇവിടെ എൻ്റെ ഒരു റെക്കോർഡഡ് ശബ്ദം കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ നിലവിൽ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? അപ്പോൾ അവരതിൻ്റെ റിപ്ലൈ ചെയ്യും. അത് റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത അതേ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ റെക്കോർഡഡ് ഒരു ശബ്ദം കൊടുക്കുമ്പോൾ നമ്മളുമായിട്ട് ആൾക്കാർക്ക് ഒരു ചെറിയ റിലേഷൻ ബിൽഡ് ചെയ്യും അല്ലേ. അതിനുശേഷം ചോദിക്കാം, നിലവിൽ നിങ്ങൾക്ക് എത്ര കറണ്ട് ബില്ലാണ് വരുന്നത്? ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ അത്യാവശ്യം ഒന്ന് പരുവപ്പെടും, നമ്മളുമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഒക്കെ വീഡിയോസ് നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെ വീഡിയോസ് അയച്ചു കൊടുത്ത് അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു കസ്റ്റമറുടെ മനസ്സ് നമ്മുടെ പ്രോഡക്റ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അദ്ദേഹത്തിന് ഒരു വാല്യൂ കിട്ടി, കുറച്ചുകൂടെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പൊസിഷനൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളുമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്ര മണിക്ക് ഞാനൊന്ന് തിരിച്ചു വിളിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം സ്ലോട്ട് കൊടുത്ത് ഇതിൽ ചൂസ് ചെയ്യാൻ പറയുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്ത് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും, നിങ്ങൾ വീട്ടിൽ കുട്ടികളുടെ അടുത്ത് കളിക്കുന്ന സമയത്താണെങ്കിലും, ഉറങ്ങി കിടക്കുമ്പോഴാണെങ്കിലും, നിങ്ങളുടെ വാട്സപ്പിൽ എത്ര മെസ്സേജ് വന്നാലും അതിനകത്ത് കോൺവെർസേഷൻ നടക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1000 പേരുമായിട്ട് കോൺവെർസേഷൻ നടന്നാൽ, കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംസാരം നടന്നാൽ, ആ സംസാരത്തിൽ കൃത്യമായിട്ട് നിങ്ങളുടെ റെക്കോർഡഡ് ശബ്ദവും കസ്റ്റമർ ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാം ചാറ്റ് ബോർഡിൽ. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 100 സ്റ്റാഫിനെ വെച്ച് വർക്ക് ചെയ്യുന്ന അത്രയും പ്രയോജനം ഒരൊറ്റ ആപ്ലിക്കേഷനിൽ കിട്ടും. ഇത് വാട്ടി എന്ന് പറയുന്നത് പെയ്ഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. 2500 സംതിങ് ആണ് ഇതിൻ്റെ
എമൗണ്ട് പെർ മന്ത് വരിക. പക്ഷേ ഒരു സ്റ്റാഫിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഇരുന്ന് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം ലിമിറ്റേഷൻ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഓഫീസിലൊക്കെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലീവ് എടുക്കാം, പലതരത്തിലുള്ള ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്യാപ്പ് വന്നേക്കാം. പക്ഷേ ഇവിടെ ഒരു ബ്രേക്കില്ല, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോകുന്ന ബ്രേക്കില്ല, പനി വരത്തില്ല, ഒരു പ്രശ്നമില്ല. കാരണം ഇവനെ ഒന്ന് റീചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്മാർട്ടായിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ നിങ്ങൾ പല ബിസിനസ്സിലേക്ക് പോയി നോക്കിയാലും നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ റിപ്ലൈ വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, റോബോട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള വാട്ടി ആപ്ലിക്കേഷനാണ്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള ടൂൾസോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ വലിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ കോമ്പറ്റീറ്റർ വളരെ നന്നായിട്ട് സെയിൽ കിട്ടുന്നുണ്ട്, നമുക്ക് സെയിൽ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ ഇതുപോലുള്ള ട്രാക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, നമ്മൾ വാട്സാപ്പിൽ ഉപയോഗിക്കുന്ന എല്ലാ ലിങ്കുകളും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവിടെ ലിങ്കാണ് ഞാനിവിടെ കാണിച്ചത്. ഇതിനകത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ QR കോഡും ഉണ്ട്. QR കോഡ് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. QR കോഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്രിൻ്റ് ഔട്ടിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു 1000 കോപ്പി എവിടെയെങ്കിലും എന്തെങ്കിലും ബ്രൗഷർ പ്രിൻ്റ് ചെയ്തു, ആ ബ്രൗഷർ ആരെങ്കിലും സ്കാൻ ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് സെയിൽ വരുന്നുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണെങ്കിൽ ആ വിസിറ്റിംഗ് കാർഡിൽ നിന്ന് വരുന്ന സെയിൽസ് ട്രാക്ക് ചെയ്യാം. അപ്പോൾ വിസിറ്റിംഗ് കാർഡ് ആണെങ്കിൽ ആ സെൻറ്റൻസിൽ എവിടെയെങ്കിലും ഒരു VC എന്നൊന്ന് എൻ്റർ ചെയ്തൊക്കെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഫൈനലി നമ്മുടെ വാട്ടി ആപ്ലിക്കേഷനിലൂടെ മുഴുവൻ ഡേറ്റ ഫിൽട്ടർ ചെയ്തിട്ട് ആ ഡേറ്റയിൽ ഇപ്പോൾ സോളാർ പാനലിൻ്റെ എൻക്വയറി വന്ന മുഴുവൻ ആൾക്കാർ ഒരു 500 പേരുടെ ഡേറ്റ ഉണ്ടെങ്കിൽ 500 പേർക്കും ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. 1000കണക്കിന് മെസ്സേജുകൾ ഒരു ദിവസം ചെയ്യാനായിട്ട് കഴിയും. സോ അപ്പോൾ അതൊരു വാട്ടി ആപ്ലിക്കേഷൻ ട്രയൽ വെർഷൻ എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, ചെയ്ത് നോക്കുക, എന്നിട്ട് പ്രയോജനപ്പെടുത്തുക. സോ നമ്മുടെ സെയിൽസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു മാസം തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവിടെ കൂടുതൽ ഫണ്ട് ചെയ്യാം. അതല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എഫോർട്ട് പോലും നമ്മൾ ഫണ്ട് ചെയ്യാമെന്ന് മാത്രമല്ല, ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കുറേ ഗ്രൂപ്പുകളിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടാകും. എന്തിനാണ് 100 കണക്കിന് ഗ്രൂപ്പുകളിൽ ചുമ്മാ നമ്മൾ ചെയ്യുന്നത്? ട്രാക്ക് ചെയ്യുക. അതിനകത്ത് എവിടെയാണ് സെയിൽ കൂടുതൽ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി തരുന്ന എവിടെയാണ്, അവിടെ നമ്മൾ കൂടുതൽ എഫോർട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ എനർജി ഇങ്ങനെ ഭയങ്കരമായിട്ട് നഷ്ടമാകും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് സെയിൽസ് കിട്ടുന്ന, നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങാൻ സാധ്യതയുള്ള നല്ല ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരിലേക്ക് വേണം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിനെ ട്രാക്ക് ചെയ്ത് അതിനെ ഓട്ടോമേറ്റ് ചെയ്ത് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയട്ടെ. നമുക്ക് തുടർന്നും പഠനം ആരംഭിക്കാം. നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ നിൽക്കാം. നമുക്ക് പരസ്പരം നോളജ് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.